പാതിരിയാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂവ വരകിയത് ഉണ്ടാക്കിയാലോ. എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക്. ഇത് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് കൂവപ്പൊടി എടുത്തു. നല്ല ഫ്രഷ് കൂവപ്പൊടിയാണ് എടുത്തിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇതിലേക്ക് നമുക്ക് ഇതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളം ഒഴിച്ച് ചേർക്കാം. 5 ശർക്കര 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് ഉരുക്കാൻ വയ്ക്കുക. ഉരുളി എടുത്തു. അതിലേക്ക് കൂവ കലക്കി വെച്ച വെള്ളവും ചേർത്ത് നന്നായി സ്റ്റൗ കത്തിച്ചു. ഇപ്പോഴാണ് സ്റ്റൗ കത്തിച്ചത്. സ്റ്റൗ നന്നായി കുറുകി വരുന്ന ഈ സമയത്ത് ശർക്കര പാനി ഒഴിക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നന്നായി വരകി വന്നു. ഇത് റെഡിയായി. പെട്ടെന്ന് റെഡിയാവും. നല്ല കട്ടിയുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുക. റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂവ റെഡിയായി. അധിക പേരും രാവിലെ ഒന്ന് കൂവ വരകും. അത് ശരിക്കും അതൊരു ആചാരം തന്നെയാണ് നമ്മളുടെ. നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒന്ന് ചേർക്കുക. നല്ല പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർത്ത്. ഇതൊക്കെ ശരിക്കും തനി ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. ഇതിൽ ഏലക്കായ ഇടുന്നില്ല. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ നെയ്യ്. വരകിയത് റെഡിയായി. ഇത് കൂവപ്പൊടി ആയതുകൊണ്ട് വയറിനൊന്നും ഒരു കേടും പറ്റില്ല. നമുക്കിത് ഹൽവ മാതിരിയൊന്നും ആക്കണ്ട. ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കൂവ വരകിയത് അല്ലെങ്കിൽ കൂവ പായസം എന്ത് പറഞ്ഞാലും ഇത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.